അതെ, ഈ നൊയമ്പ് കാലത്ത് വീട്ടിലൊരൊറ്റ പൊടിയോ അഴുക്കോ ഇല്ലാണ്ട് നല്ല കണ്ണാടി പോലെ തിളങ്ങാനും സുഗന്ധം നിറയ്ക്കാനുമുള്ള അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തേത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കടുകും കംഫർട്ടുമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സാധാരണ നമ്മൾ കംഫർട്ട് ഉപയോഗിക്കുന്നത് വസ്ത്രങ്ങൾ കഴുകുന്ന സമയത്ത് മണം കിട്ടാൻ വേണ്ടിയാണല്ലോ. ഇനി നമ്മൾ ഈ ഒരു കംഫർട്ട് വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ടിപ്പുകളായിട്ട് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ചൂടായി വരുമ്പം ഇതിലേക്ക് നമുക്ക് ഒരടപ്പ് കംഫർട്ട് ഒഴിച്ചു കൊടുക്കാം. വീട്ടിലൊക്കെ നമ്മൾ നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും ഈ ചാള, മത്തി പോലുള്ള മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ല് മാറാനായിട്ട് ഇതുപോലെ കുറച്ച് കംഫർട്ട് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു വീട് നിറച്ചും നല്ലൊരു സുഗന്ധമായിരിക്കും. വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് വീട്ടിൽ നമുക്ക് എയർ ഫ്രഷറിന് പകരമായിട്ട് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് കംഫർട്ട് ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഈ ഒരു വെള്ളം നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കാനായിട്ട് കഴിയും. രാത്രിയിൽ നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചൺ സിങ്കിലേക്ക് ഇതുപോലെ തിളപ്പിച്ച കുറച്ച് കംഫർട്ടിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പല്ലി, പാറ്റ പോലുള്ള ജീവികളുടെ ശല്യം ഉണ്ടാകില്ല. പൊതുവേ ഈ ഒരു പ്രാണികളൊക്കെ കിച്ചണിലേക്ക് വരുന്നത് കിച്ചൺ സിങ്ക് വഴിയാണ്. അതുപോലെ തന്നെ അടിക്കടിക്ക് ബ്ലോക്ക് ഉണ്ടാകുന്ന കിച്ചൺ സിങ്ക് ആണെങ്കിലും ഇതുപോലെ കുറച്ച് ചൂടുവെള്ളത്തിൽ കംഫർട്ട് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ബ്ലോക്ക് പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. ചൂടോട് കൂടി തന്നെ ഒഴിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ആ ഒരു സിങ്കിന്റെ ട്യൂബിനുള്ളിലുള്ള ആ ഒരു അഴുക്കും മെഴുക്കും ഒക്കെ പെട്ടെന്ന് പോയി ബ്ലോക്ക് മാറിക്കിട്ടും. തിളപ്പിച്ച ഈ ഒരു വെള്ളം കൊണ്ടുള്ള ടിപ്പുകളൊക്കെയാണ് കേട്ടോ കാണാനായിട്ട് പോകുന്നത്. സന്ധ്യാസമയങ്ങളിൽ നല്ലപോലെ കൊതുകിന്റെ ശല്യം ഉണ്ടാവാറുണ്ടല്ലേ. അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിലുള്ളപ്പം പകൽ സമയത്തൊക്കെ അവരെ ഉറക്കുമ്പോൾ നമ്മൾ ആ ഒരു കുഞ്ഞു കുട്ടികളെയൊക്കെ ഉറക്കുന്ന മുറിയിൽ ഇതുപോലെ കുറച്ച് കംഫർട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം അതിൽ 1 2 കർപ്പൂരം പൊടിച്ചിട്ടിട്ട് ആ ഒരു കട്ടിലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ആ ഒരു ഡൈനിങ് ടേബിളിൻ്റെ കീഴിലോ ഒക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊതുകിൻ്റെ ശല്യം പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. കൊതുകുതിരിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അലർജി ഉള്ളവർക്ക് അടിപൊളിയൊരു ടിപ്പാണ് കേട്ടോ. പ്രായമായവർക്കൊന്നും അതിൻ്റെ ഒരു സ്മെല്ല് പിടിക്കത്തില്ല. അപ്പം ഇതുപോലെ സന്ധ്യാസമയത്ത് അവരുടെ കട്ടിലിൻ്റെ അടിയിൽ കുറച്ച് കംഫർട്ടിലേക്ക് ഇങ്ങനെ കുറച്ച് കർപ്പൂരം ഇട്ട് വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് കൊതുകിൻ്റെ ശല്യം മാറിക്കിട്ടും. ബാക്കിയുള്ള കംഫർട്ട് ഇട്ട് തിളപ്പിച്ച വെള്ളം നല്ലതുപോലെ തണുത്തതിന് ശേഷം ഞാനൊരു സ്പ്രേ ബോർഡിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് വീട് മുഴുവൻ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വെള്ളം തണുത്തതിന് ശേഷം നമുക്ക് പല്ലി, പാറ്റയൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ എങ്ങനെ ക്ലീൻ ചെയ്താലും ഈച്ച, എറുമ്പിൻ്റെ ഒക്കെ ശല്യം ഉണ്ടാവാറുണ്ടല്ലേ. പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റംസുകളൊക്കെ നമ്മൾ ഈ ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ച് കഴിച്ച് കഴിയുമ്പോൾ അതെന്തായാലും ടേബിളിൻ്റെ മുകളിലേക്ക് വീണിട്ട് ഒരു ഓയിലി ആയിട്ടുള്ള സ്റ്റിക്നെസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോയി കിട്ടാനായിട്ട് നമ്മളിപ്പം തിളപ്പിച്ചെടുത്ത ആ ഒരു വെള്ളം കൊണ്ട് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. ഗ്ലാസിൻ്റെയൊക്കെ ഡൈനിങ് ടേബിൾ ആണെങ്കിൽ നല്ല കണ്ണാടി പോലെ തിളങ്ങി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലും വാഷ് ബേസിൻ്റെ സൈഡിലുമൊക്കെയുള്ള കണ്ണാടിയുടെ മങ്ങൽ മാറ്റാനും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് ഇതുപോലെ സിക്സാക്ക് മോഷനിലൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല പളാന്ന് തിളങ്ങിക്കിട്ടും. വേറെ ഒരു ലോഷനും നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമേ ഇല്ല. ചെറിയ കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടാണെങ്കിൽ എപ്പോഴും അവർ ഫുഡ് സെറ്റിയിലും സോഫയിലും ഒക്കെ വെച്ചിട്ടായിരിക്കും കഴിക്കുന്നത്. അതിൻ്റെ ബാക്കിയൊക്കെ സോഫയിൽ വീണിട്ട് എപ്പോഴും അതിലൊരു സ്മെല്ലുണ്ടാവും അല്ലേ. അത് മാറാനായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കംഫർട്ട് കൊണ്ടുള്ള ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും. സെറ്റ് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തൊരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ലിക്വിഡ് കർട്ടനിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കർട്ടൻ്റെ പിറകിലുള്ള കൊതുക്, പാറ്റയുടെയൊക്കെ ശല്യം മാറാനും നല്ലൊരു മണം കിട്ടാനും ഇത് സഹായിക്കും. ഗ്ലാസിൻ്റെയൊക്കെ ജനലുകൾ, പ്രത്യേകിച്ചും പുറത്തുള്ള ജനലുകളിൽ അഴുക്കും പൊടിയും ഒക്കെ മാറാനായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ബാത്റൂം ഡോർമാറ്റുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടാലും 1-2 ദിവസം കഴിയുമ്പോൾ ചെറിയൊരു സ്മെല്ലുണ്ടാവും. ആ ഒരു ഈർപ്പമൊക്കെ നിന്നിട്ടുള്ള അത് മാറാനും നമുക്ക് ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിയുമ്പം എണ്ണ തെറിച്ച് സ്റ്റൗ ടോപ്പൊക്കെ നല്ല പോലെ അഴുക്കാകാറുണ്ട്. ആ ഒരു ഓയിൽ സ്റ്റിക്നെസ് ഒക്കെ മാറാനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കംഫർട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചെടുത്താൽ മതി. ഗ്ലാസിൻ്റെയൊക്കെ സ്റ്റൗ ടോപ്പ് ആണെങ്കിൽ പറയുകയും വേണ്ട, നല്ല കണ്ണാടി പോലെ തിളങ്ങിക്കിട്ടും. എത്ര കട്ടിയുള്ള എണ്ണമെഴുക്കായാലും നമുക്ക് നിമിഷ നേരം
കൊണ്ട് ഇതുപോലെ തുടച്ചെടുക്കാവുന്നതാണ്. സ്ക്രബ്ബർ പോലും ആവശ്യമില്ല. മാത്രമല്ല നമ്മൾ ഈ ഒരു നോൺ വെജ് ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ലും മാറിക്കിട്ടും. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ കംഫർട്ട് ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കിച്ചൺ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പിനോട് ചേർന്നുള്ള ഈ ഒരു ടൈലിലുള്ള എണ്ണമെഴുക്ക് പോകാനായിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം തുടച്ചെടുത്താൽ മതി. മിക്കവരുടെയും അടുക്കളയിൽ നമുക്ക് ഈ ഒരു ടൈലിൻ്റെ ഭാഗത്ത് നല്ല പോലെ എണ്ണമെഴുക്കൊക്കെ കാണാറുണ്ട്. അതൊക്കെ പോകാനായിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനും നമുക്ക് ഇതേ ലിക്വിഡ് ഉപയോഗിക്കാവുന്നതാണ്. ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചിടുകയാണെങ്കിൽ എറുമ്പിൻ്റെയും പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം ഒട്ടും തന്നെ നമ്മുടെ കിച്ചണിൽ ഉണ്ടാവില്ല. രാത്രിയിൽ നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ലിക്വിഡ് നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് കിച്ചൺ സിങ്കിലേക്കും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പും ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നല്ലൊരു സുഗന്ധമായിരിക്കും നമ്മൾ കിച്ചണിലേക്ക് വരുമ്പം. ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സുകൾ നമ്മൾ ബെഡ്റൂമിലും ഡൈനിങ് ടേബിളിൻ്റെ മുകളിലും ഒക്കെ തന്നെ വെക്കാറുണ്ട് അല്ലേ. അതിലേക്ക് ഇതുപോലെ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും. പ്രത്യേകിച്ചും ഗസ്റ്റൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു കോട്ടൺ എടുത്തിട്ട് ഈ ഒരു ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഈ ഒരു ഫ്ലവർ പോട്ടിൻ്റെ അടിയിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വീട് നിറച്ചും എയർ ഫ്രഷ്നർ വെക്കാതെ തന്നെ നല്ലൊരു സുഗന്ധമായിരിക്കും കേട്ടോ. ഒട്ടും തന്നെ ബാഡ് സ്മെൽ ഉണ്ടാവില്ല. ഇനി ഈ ഒരു ലിക്വിഡ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ബെഡ്റൂമിലാണ് കേട്ടോ. ബെഡിന് മുകളിലും അതുപോലെ തന്നെ പില്ലോയിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബെഡ്റൂമിൽ നല്ല മണമുണ്ടായിരിക്കും. ഒട്ടും തന്നെ ബാഡ് സ്മെൽ ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ പില്ലോ ഒന്നും എടുത്ത് കഴുകാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് പില്ലോയുടെ മുകളിലേക്കൊക്കെ 1-2 പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിത് ഇതുപോലെ ബെഡ്റൂമിൽ കർട്ടനിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നല്ലൊരു സുഗന്ധമായിരിക്കും. ബാക്കിയുള്ള ലിക്വിഡ് നമുക്ക് ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ബാത്റൂമിലും നല്ല സുഗന്ധമുണ്ടാവും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ വെള്ളം തിളപ്പിച്ച് കംഫർട്ട് ഒഴിച്ചിട്ട് തുടച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ വളരെ എളുപ്പമുള്ളൊരു ടിപ്പും കൂടെ കാണിച്ചു തരാം. ഇതുപോലെ ചെറിയൊരു ഡിസ്പോസിബിൾ പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ചതച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. ഞാനിവിടെ ചതച്ചിട്ട് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരടപ്പ് കംഫർട്ട് കൂടി ഒഴിച്ചു വെച്ചതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. കടുക് നമുക്കറിയാം ബാഡ് സ്മെല്ലെല്ലാം പെട്ടെന്ന് വലിച്ചെടുക്കും. അതുപോലെ തന്നെ കംഫർട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു മണവുമായിരിക്കും. ആ ഒരു മണം കിട്ടാനായിട്ട് നമ്മൾ അതിൻ്റെ അടപ്പിൽ ചെറിയ രീതിയിൽ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ അടപ്പില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ക്ലീൻ ഫിലിം എടുത്തിട്ട് ഹോൾ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ചാലും മതി. ഈ ഒരു ബോട്ടിൽ നമുക്ക് ലിവിങ് റൂമിലും ബെഡ്റൂമിലും ബാത്റൂമിലും ഒക്കെ വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട് നിറച്ചും നല്ലൊരു സുഗന്ധമായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റും എന്നെ അറിയിക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.